അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല കേട്ടോ. ഞാൻ എന്റെ മുടി മുറിച്ചിട്ട് ഇന്നത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10 ദിവസമേ ആവുന്നുള്ളൂ കേട്ടോ. പക്ഷെ 10 ദിവസത്തിനുള്ളില് എനിക്ക് ഇത്രമാത്രം മാറ്റം എന്റെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. അപ്പൊ ഞാൻ ഇന്ന് ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്ന് മുടിയൊക്കെ ഉണക്കി ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ മുടി വേറെടുക്കുകയാണ് കേട്ടോ. വേറെടുക്കുമ്പോ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുടിക്ക് നല്ല വ്യത്യാസം വന്നതുപോലെ, മുടി പെട്ടെന്ന് നീളം വെച്ചതുപോലെയൊക്കെ തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ശരിക്കും ഒന്ന് ചീവി നോക്കുമ്പോഴോ അയ്യോ, ശരിക്കും എന്റെ മുടിയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ വെറും 10 ദിവസം കൊണ്ട് എന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ. ഞാൻ ദാ ഇവിടെ കൊടുക്കാം കേട്ടോ. ഹെയർ കട്ട് ചെയ്ത ദിവസം ഞാൻ എടുത്ത എന്റെ വീഡിയോ ആണ്. ഹെയർ കട്ട് ചെയ്ത് 10ാമത്തെ ദിവസം ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയാണ് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങക്ക് മനസ്സിലാവും. അയ്യോ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയാ, ഭയങ്കര പ്രൗഡ് എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല ഈ ഒരു മാറ്റം. അപ്പോ ഞാൻ ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഹെയർ കെയറിംഗ് മെത്തേഡ് മാത്രമാണ്. അതില് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ വാഷ് ചെയ്യുന്ന രീതിയാണ് ഇതില് വളരെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ മുടി ഇങ്ങനെ വലിച്ചാൽ കൂടി നിങ്ങൾക്ക് കൊഴിഞ്ഞു പോവില്ല. അത്രമാത്രം റിസൾട്ട് ആണ് ഞാൻ കാണിച്ച ഈ ഒരു ഹെയർ കെയറിനുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് ട്രൈ ചെയ്ത ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടോ, എത്രമാത്രം മുടി കൊഴിച്ചിലുണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷെ ഒരൊറ്റ തവണ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് മാറി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം മുടിയൊക്കെ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കുളിക്കുമ്പോഴും ഒക്കെ ഒരു 100 മുടി കൊഴിഞ്ഞു പോവാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്താലുണ്ടല്ലോ ഒരു 95 മുടിയോളം നിങ്ങൾക്ക് കൊഴിച്ചിൽ നിൽക്കും. വെറും 5 മുടി മാത്രമേ ബാലൻസ് നിൽക്കുള്ളൂ. അത്രമാത്രം റിസൾട്ട് ആണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുക. നിങ്ങൾ നോർമലി രീതിയിൽ ഹെയർ വാഷ് ചെയ്യണേനും ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണേനും ഉണ്ടല്ലോ ഒരുപാട് ഡിഫറൻസ്, വ്യത്യാസങ്ങള്, റിസൾട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. കാരണം ഇത് 100% എഫക്റ്റീവ് ആണ് ഗായ്സ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് എന്താ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയണില്ല കേട്ടോ. ആദ്യം നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കാട്ടോ. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടിക്ക് ഉള്ളു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തത് കൊണ്ടോ, അതല്ലെങ്കിൽ കുറെ ടോണേഴ്സ് നമ്മുടെ മുടിയിൽ വാരിക്കോരി തേച്ചത് കൊണ്ടോ, കുറെ എണ്ണ നമ്മുടെ മുടിയിൽ വെച്ചത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തോ പ്രത്യേകിച്ച് മുടിക്ക് തിക്നെസ്സോ ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയുടെ ഓട് ക്ലീൻ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ തലയില് ഡാൻഡ്രഫ് ഉണ്ട്, പേനുണ്ട്, ഈരുണ്ട്, അഴുക്കുണ്ട്, മൊത്തത്തിൽ അങ്ങോട്ട് ചളുപിളാന്ന് നിങ്ങളുടെ തലയുടെ ഓട് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുടി വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ? ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ നിങ്ങളുടെ തലയുടെ ഓട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ആണ് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ ഒരു ഹെയർ വാഷ് ചെയ്യണ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹെയർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ ഓട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഈ ക്ലീൻ ആയിട്ടുള്ള തലയുടെ ഓടില് നിങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്താലും, മുടി വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രൈ ചെയ്താലും അവിടെ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത് നിങ്ങളുടെ തലയുടെ ഓട് ക്ലീൻ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങളുടെ തലയുടെ ഓടും ഒട്ടും ക്ലീൻ അല്ല, പക്ഷെ എനിക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ടോണേഴ്സ് യൂസ് ചെയ്യുന്നു, കുറേ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് മാറ്റമില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കി മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് 10 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടൂടാ. അത് എന്താ പറയാ, എന്റെ എക്സ്ട്രാ ഒരു കെയർ കൊണ്ടാണ് മുടി വളർന്നത് എന്നൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്യണത്. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങൾക്കും മുടി വളർത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാൻ ആ ഹെയർ വാഷ് ചെയ്യണ രീതി ഒന്നും കൂടി കാണിക്കാം. അതിൽ ഞാൻ കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ,
ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്, ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി ഒരുപാട് പൊട്ടിപ്പോണു, ഒരുപാട് ഡ്രൈ ആവണു, ഒരുപാട് സ്പ്ലിറ്റൻസ് വരണു, ചീവുന്ന സമയത്ത് പൊട്ടിപ്പോണു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആർക്കും കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യണം, ഏത് കണ്ടീഷണർ ഉപയോഗിക്കണം എന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടീഷണറേ ഉപയോഗിക്കേണ്ട, ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഹെയർ കെയറിൽ വരുത്തിയിട്ടില്ല, സെയിം രീതി തന്നെയാണ്. പക്ഷെ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ എക്സ്ട്രാ ഇതിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഹെയർ വാഷ് ചെയ്യുന്ന ടെക്നിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ തേയില വെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ, അലോവേര. അപ്പോൾ അലോവേര ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കാതെ ഇത് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ തേയില വെള്ളത്തിന്റെ കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ തേയില വെള്ളം ഉണ്ടാക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു, അതാ കാണിക്കാത്തത്. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറച്ച് തേയിലപ്പൊടി എടുക്കുക, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക, അതിനുശേഷം അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്തിട്ട് വന്നിട്ടുള്ള തേയില വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര ഇതിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് അലോവേരയുടെ ആ തരികൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു തരി നമ്മുടെ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയിൽ അവിടെ എവിടെയും നമ്മുടെ തലയുടെ ഓട്ടിലൊക്കെ പറ്റി പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അരിപ്പി ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് അലോവേരയുടെ ജെല്ല് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജെല്ലി ആയതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുമ്പോൾ അത് വരില്ല, അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ തേയില വെള്ളത്തിൻ്റെ കൂടെ അലോവേര മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ജ്യൂസി ആവുമല്ലോ, അപ്പോൾ അരിച്ചെടുക്കാനും നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കുക കേട്ടോ. ഇതാ അരിച്ചെടുത്ത് ഞാൻ നേരെ നമ്മുടെ പാത്രത്തിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നല്ല പോലെ ആ തരികളോ പാടുകളോ ഒന്നുമില്ല, നല്ല ജ്യൂസി ആയിട്ട് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഷാമ്പൂ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ തേയില വെള്ളത്തിൽ ഷാമ്പൂ മിക്സ് ചെയ്യുന്നതാണ് കാണിച്ചത്. പക്ഷേ നമുക്ക് നേച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷണറുടെ എഫക്റ്റ് നമ്മുടെ മുടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോണത്, മുടിയിൽ ഡ്രൈനസ് സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷണറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഒരു ട്രിക്ക്. അപ്പം നമുക്ക് ഒരു കല്ലിൽ തന്നെ 2 വാങ്ങാം, പിന്നെ നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതല്ലെങ്കിൽ മുടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ എന്തായാലും കണ്ടീഷണർ ഉപയോഗിക്കണം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരണില്ല കേട്ടോ. അപ്പം ഞാനിത് നേച്ചുറൽ കണ്ടീഷണറാണ് നമ്മുടെ അലോവേര. അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്യണതൊന്നും കാണിക്കണില്ല, ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ മുടിയൊക്കെ കഴുകി വന്നിട്ടുള്ളത് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനും ഇന്ന് ആ ഒരു രീതിയിലാണ് ഹെയർ വാഷ് ചെയ്തത്. അതായത് നമ്മുടെ അലോവേര ചേർത്തിട്ട് ഹെയർ വാഷ് ചെയ്തതാണ്. മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഉള്ളിലൊന്നും ഉണങ്ങിയിട്ടില്ല, ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാനും കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല, അലോവേര തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ അത് തന്നെയാണ് ഞാനും ഇട്ടത്. തേയിലപ്പൊടി മാത്രമല്ല കേട്ടോ, കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു കണ്ടീഷണറിന്റെ ആവശ്യമില്ല, കാരണം മുടി ഓൾറെഡി സോഫ്റ്റ് ആണ്. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇനിയും നല്ലപോലെ മുടി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരും. നിങ്ങളിങ്ങനെ ചീപ്പെടുത്ത് ഇങ്ങനെ ചീകുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ മുടി ഇതാ ഇങ്ങനെ ഒഴുകി നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്താലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത് അറിയാലോ. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചാലഞ്ച് കറക്റ്റായിട്ട് നോക്കുക, കറക്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇനി ഞാൻ ആ ടോണർ എടുത്തിട്ട് വരാം കേട്ടോ, വെയിറ്റ് ചെയ്യണേ. നമ്മുടെ ടോണർ കേട്ടോ, അതാ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നിറച്ച് വെച്ചതാ, അതിൽ ഇത്ര മാത്രമേ ഇപ്പൊ ബാലൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടോണർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപോ ഹെയർ വാഷ് ചെയ്തിട്ടോ രാവിലെയോ രാത്രിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കോൾഡ് വരാതെ നോക്കണം. കോൾഡിന്റെ ഇഷ്യൂ ഉള്ളവരൊക്കെ രാവിലെ അപ്ലൈ ചെയ്യണതായിരിക്കും നല്ലത്. രാത്രി ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ രാത്രിയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്, രാത്രിയിലും ചെയ്യും രാവിലെയും ചെയ്യും. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ടോണർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജെന്റിലായിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. ഹാഷായിട്ടല്ല, വളരെ ജെന്റിലായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ ടോണർ നമ്മുടെ സ്കാൽപ്പുമായിട്ട് ഇണങ്ങിച്ചേരും. പ്രത്യേകിച്ച് നമുക്കിത് ഉണങ്ങാൻ പാടൊന്നുമില്ല, മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. കണ്ടോ, ഉണങ്ങി. പക്ഷെ ഉള്ള് ഞാനിപ്പോൾ തല കുളിച്ചത് കൊണ്ട് നനവുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് മുടിയെ വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ റീപ്ലേ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മിക്ക ആൾക്കാരും ചേച്ചി നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് കുറച്ച് പേരായിട്ട് പറയണു. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വെച്ചാലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അല്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, വീഡിയോ കാണാൻ പറ്റില്ല പ്രോപ്പറായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ ഫ്രം രമ്യ.